Good morning, all of you. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് തന്ന അസൈൻമെൻറ്റ് എല്ലാവരും സബ്മിറ്റ് ചെയ്തു. നിങ്ങളുടെ വീഡിയോ ക്ലിപ്പ് എടുക്കാൻ പറ്റി വളരെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നു. എല്ലാവരും സബ്മിറ്റ് ചെയ്തു. അതിൽ നല്ല നല്ല സജഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് കുറേ കാര്യങ്ങളിൽ നിന്ന് ഇൻഫർമേഷൻസ് കിട്ടി. പിന്നെ അതിൽ ഏകദേശം ഒരു 80% മേലെ ആൾക്കാർ പറഞ്ഞത് ഇതേപോലുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ തോന്നുന്നത്. കാരണം അതിന് ക്ലാസ് റൂം ഫീൽ കിട്ടുന്നുണ്ട്. അത് ഐ നോ ദാറ്റ് മേ ബി മോർ കംഫർട്ടബിൾ ഫോർ യു. അതേസമയം കുറച്ച് പേർക്ക് PPT വിത്ത് വീഡിയോ ആണ് കുറച്ചുകൂടി ക്ലാസ്സിൽ നല്ലത്. ഞാൻ അതിൻ്റെ അർത്ഥം ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് നോട്ട്സിൻ്റെ ആവശ്യത്തിന് PPTയും ക്ലാസ്സിൻ്റെ ആവശ്യത്തിന് ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ ഈ ബോർഡ് ഉപയോഗിച്ചിട്ടുള്ള ക്ലാസ്സും കൂടി നമുക്ക് മിക്സ് ചെയ്ത് ചെയ്യാം, ഇടയ്ക്കിടയ്ക്ക് മാറ്റി ചെയ്യാം. പിന്നെ എനിക്കും എൻ്റെ കംഫർട്ടബിൾ നോക്കിയിട്ട് ചില സമയത്ത് എനിക്ക് സമയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ബോർഡ് ഉപയോഗിച്ച് എഴുതുന്നതിന് പെട്ടെന്ന് ക്ലാസ് തീരാനാകും. PPT ആക്കുമ്പോൾ കുറച്ചുകൂടി ടൈമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അനുസരിച്ച് മാറ്റി ചെയ്യാം. ഏതായാലും താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഗുഡ് റെസ്പോൺസസ്. പിന്നെ വേറൊരു കാര്യം, ഇന്നത്തെ ക്ലാസ്സിലെ പ്രത്യേകത, ഇതിനകത്ത് 2 അസൈൻമെൻറ്റ്സ് 2 പ്രോബ്ലംസ് ആണ്. അത് നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സിൻ്റെ അവസാനം തരും. അത് നിങ്ങൾ ഇന്ന് രാത്രിക്ക് മുമ്പായിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. പിന്നെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഞാൻ ക്ലാസ്സിൻ്റെ ഇടയിൽ തരും. നിങ്ങൾ ക്ലാസ് കൃത്യമായി കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ക്ലാസ്സിൻ്റെ ഇടയിൽ ചെറിയൊരു പ്രോബ്ലം കൂടി ചെയ്ത് തരും. അപ്പോൾ ക്ലാസ് കംപ്ലീറ്റ് കേട്ടവർക്ക് മാത്രമേ ആ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ 3 കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. ഇന്ന് രാത്രിക്ക് മുമ്പായിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട് നൗ. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ആറ്റത്തിൻ്റെ ഡിഫറെൻറ്റ് എനർജി ലെവലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത് ഒരു വേവ് ലെങ്ത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ദാറ്റ് കറസ്പോണ്ട്സ് ടു 1 എനർജി ലെവൽ. 2 വേവ് ലെങ്ത്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു സർക്കിൾ കിട്ടും. ദാറ്റ് സർക്കിൾ കറസ്പോണ്ട്സ് ടു 2nd എനർജി ലെവൽ. 3 വേവ് ലെങ്ത്സ് ഉള്ള ഒരു വേവ് ലെങ്ത്തുകൾ നമ്മൾ 2 എൻഡും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദാറ്റ് കറസ്പോണ്ട്സ് ടു അനദർ എനർജി ലെവൽ. n = 1, n = 2, n = 3 എന്ന് പറയുന്ന ക്വാണ്ടം നമ്പേഴ്സ് ആയിട്ട് നമുക്ക് ഈ വേവ് ലെങ്ത്തുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ വേണ്ടി പറ്റും. Therefore, we can write an equation for orbital stability. ആ വേവ് ലെങ്ത്തിൻ്റെ ക്വാണ്ടം മൾട്ടിപ്പിൾസ് ആയാൽ മാത്രമേ, ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയാൽ മാത്രമേ സ്റ്റെബിലിറ്റി ഉണ്ടാവും. അല്ലാത്ത കേസിൽ ആറ്റം may not be stable. Therefore, the orbital stability or the stability of an atom, the condition is n times wavelength. N lambda is equal to 2 pi into r. R here we can write Rn. N corresponds to nth level. For nth orbit or for quantum number n, radius is equal to Rn. Therefore, n lambda is equal to 2 pi Rn, where n is equal to 1, 2, 3, etc. This is the condition for orbital stability. Now we can write, we have already derived equation for lambda, and we can substitute the value of lambda. Then we get n into h by e square root of 4 pi epsilon 0 r. Here we can write Rn divided by m. This equation we have already derived for r, radius, is equal to 2 pi Rn. Here we can square the equation on both sides. That is n square h square divided by e square within bracket 4 pi epsilon 0 Rn divided by m is equal to 2 4 pi square Rn square. From this equation we can write the equation for Rn as n square h square epsilon 0. By cancelling same terms on both sides, we get Rn is equal to n square h square epsilon 0 pi square m e raised to 4. This is an equation for nth orbit. ഒരു ആറ്റത്തിൻ്റെ, ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾസ് ഒക്കെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസാണ്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ ഹൈഡ്രജൻ ആറ്റം എടുക്കാൻ കാരണം ഇറ്റ് ഈസ് ദി സിംപ്ലസ്റ്റ് ആറ്റം വിത്ത് ഓൺലി 1 ഇലക്ട്രോൺ. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ nth ഓർബിറ്റിൻ്റെ റേഡിയസ് ഇസ് ഈക്വൽ ടു n സ്ക്വയർ h സ്ക്വയർ epsilon 0 divided by pi square m e raised to 4 e square. Not e raised to 4, it's e square. Now, for n is equal to 1, that is for first orbit, r is equal to, or r1 is equal to, it is called a or a0. A is equal to, we can write n is equal to 1, that is h square epsilon 0 divided by pi square m e square. This is the first orbit of hydrogen atom, which is called Bohr radius. This is called as, these are derived from Bohr's
atom, it is called Bohr radius. Bohr radius is equal to h square n square divided by pi square m e square, or we can write Rn is equal to n square into this term is a, that is n square a. This is the relation between nth orbit and Bohr's radius. Bohr radius nth orbit relation. Bohr radius nth radius is equal to n square times a. N is the quantum number. Now, equations are equations. Now we can derive an equation for energy levels and spectra of hydrogen atom. Different energy levels. Equation for energy levels of hydrogen atom. And from this equation we get spectra. അതായത് നമുക്കറിയാം ആറ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആറ്റത്തിന്റെ സ്പെക്ട്രമാണ്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരുപാട് സ്പെക്ട്രം ഉണ്ട്. അതായത് ഒരു ഇലക്ട്രോൺ ഒരു ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വി ഗെറ്റ് എൻ അബ്സോർപ്ഷൻ സ്പെക്ട്രം. ആ അബ്സോർപ്ഷൻ സ്പെക്ട്രം പല രീതിയിലുണ്ട്. പല സെക്കൻഡ് ഓർബിറ്റിൽ നിന്ന് ഫസ്റ്റ് ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് ഒരു സ്പെക്ട്രമാണ്. തേർഡ് ഓർബിറ്റിൽ നിന്ന് ഫസ്റ്റ് ഓർബിറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ വേറൊരു സ്പെക്ട്രം ഉണ്ട്. അപ്പോൾ ഫോർത്ത് ഓർബിറ്റിൽ നിന്ന് സെക്കൻഡ് ഓർബിറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അനദർ സ്പെക്ട്രം. അപ്പോൾ ഡിഫറെൻറ്റ് സ്പെക്ട്രൽ സീരീസുകളുണ്ട്. അപ്പോൾ ഓരോ ആറ്റം വലുതാവും തോറും ആ സ്പെക്ട്രം കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവും. ഏറ്റവും സിംപ്ലസ്റ്റ് സ്പെക്ട്രം കിട്ടുന്നത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിലാണ്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ എന്തൊക്കെ സ്പെക്ട്രമാണുള്ളത്? സ്പെക്ട്രം കറസ്പോണ്ട്സ് ടു എനർജി. ഒരു ഇലക്ട്രോൺ ഒരു ലെവലിൽ നിന്ന് വേറൊരു ലെവലിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡിഫറൻസ് ഓഫ് എനർജി ഈസ് ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ ഡിഫറൻസ് ഓഫ് എനർജി ഈസ് ലിബറേറ്റഡ് ആസ് എ ഫോട്ടോൺ. ലൈറ്റ് എനർജി ആയിട്ടാണ് ലിബറേറ്റ് ചെയ്യുക. അപ്പോൾ ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സ്പെക്ട്രം, ദാറ്റ് എനർജി കറസ്പോണ്ട്സ് ടു സ്പെക്ട്രം. അപ്പോൾ സ്പെക്ട്രം മീൻസ് ഫോട്ടോൺ ഓഫ് ലൈറ്റ് എനർജി. അങ്ങനെയുള്ള ലൈറ്റ് എനർജി കണ്ടു കഴിഞ്ഞാൽ വി ക്യാൻ ഐഡന്റിഫൈ ദി പാർട്ടിക്കിൾ. അപ്പോൾ സ്പെക്ട്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെക്ട്രൽ സ്റ്റഡി, പാർട്ടിക്കിളിനെ സ്റ്റഡി ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് സ്പെക്ട്രൽ സ്റ്റഡി. അതുകൊണ്ട് ഈ സ്പെക്ട്രം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ആറ്റത്തിന്റെ കേസിൽ, അറ്റോമിക് സ്റ്റഡിയുടെ കേസിൽ. Therefore, we have to identify what are the spectral lines found in the case of hydrogen atom. അത് പഠിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എനർജി ലെവൽസ് എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് സ്പെക്ട്രം ഉണ്ടാകുന്നത്, എങ്ങനെയൊക്കെയാണ് സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടാകുന്നത് എന്ന കാര്യങ്ങളാണ് പറയാൻ പറ്റുന്നത്. ഹൈഡ്രജന്റെ കേസിലാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന ഒരു ഇക്വേഷനാണ് എനർജി. നമ്മൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂടി ആഡ് ചെയ്തിട്ട് ഒരു ഇലക്ട്രോണിന്റെ എനർജി ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു മൈനസ് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ നമ്മൾ നേരത്തെ ഡെറൈവ് ചെയ്തതാണ് 8 പൈ എപ്സിലോൺ 0 ആർ. ഇവിടെ ആർ എൻ nth ലെവലാണെങ്കിൽ ആർ എൻ n is equal to 1 2 3 etc. Now we know the equation for Rn. ഇപ്പോൾ നമ്മൾ ഡെറൈവ് ചെയ്താണ് Rn ഇക്വേഷൻ. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. is equal to e square minus e square divided by 8 pi epsilon 0. Instead of Rn we can write n square h square epsilon 0 divided by pi square m e square. Energy is equal to h nu. നമ്മൾ പറഞ്ഞു h nu ആണ് എനർജി. Therefore h nu is equal to minus e square. ഇവിടെയുള്ള താഴെ ടേംസ് ഒക്കെ മുകളിലേക്ക് കൊണ്ടുപോവുക. മൈനസ് ഇ സ്ക്വയർ ഇൻറ്റു പൈ സ്ക്വയർ എം ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 പൈ epsilon 0 into epsilon 0 square n square h square. Here e square and e square becomes e raised to 4. Pi and pi getting cancelled, that is equal to minus m e raised to 4 divided by 8 epsilon 0 square h square n square. H nu is equal to minus m e raised to 4 divided by 8 epsilon 0 square h square n square. H nu is equal to h c by lambda. Lambda is the wavelength, c is the velocity of light. Then h c by lambda is equal to minus m e raised to 4 divided by 8 epsilon 0 square h square into 1 by n square. And therefore we can write ഇവിടുന്ന് എച്ച് സി കൂടി അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുകയാണ്. Therefore 1 by lambda. Reciprocal of the wavelength. Reciprocal of wavelength is called wave number. Wave number is equal to 1 by lambda is equal to hc ഇപ്പുറത്തേക്ക് എടുക്കുക minus m e raised to 4 divided by hc
ഇൻറ്റു 8 എപ്സിലോൺ 0 സ്ക്വയർ h സ്ക്വയർ ഇൻറ്റു 1/n² എന്നാണ്. ഇതിനകത്ത് ഈ ഇക്വേഷനകത്ത് 1/λ ഇക്വേഷനാണ്. ഇതിനകത്ത് ഇതൊക്കെ ചേർന്ന് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് എഴുതാം. ദിസ് കോൺസ്റ്റന്റ് ഈസ് കോൾഡ്, this value is a particular constant that can be written as r. For simplicity it is written as r minus r into 1/n². ഇങ്ങനെ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയ ഇക്വേഷൻ്റെ ടേമിൽ ഇങ്ങനെ എഴുതാം. ഈ എച്ച് സി ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നത്. therefore this term is equal to, നമുക്ക് നേരത്തെ എഴുതിയ ഇക്വേഷൻ നമ്മൾ എക്സാമിൻ ചെയ്താൽ മനസ്സിലാവും. this is equal to, this much is equal to E1, that is minus E1 energy in the first level divided by hc into 1/n². 1/λ is equal to minus E1 divided by hc into 1/n², where E1 is the energy of the first orbit and E1 is equal to minus 13.6 electron volt. E1 is equal to minus 13.6 electron volt. That corresponds to n is equal to 1. When n is equal to 1, energy is equal to E1, that is equal to minus 13.6 electron volt, and this is called ionization energy. This energy is called ionization energy. That is the energy required, energy of an electron in the first orbit of hydrogen atom, or it is the energy required to remove an electron from the first orbit of hydrogen atom. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഒന്നാമത്തെ ഷെല്ലിലുള്ള ഒന്നാമത്തെ ഓർബിറ്റിലുള്ള ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട എനർജിയാണ് E1 is equal to minus 13.6. that is called ionization energy. ionization means ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് റിമൂവ് ചെയ്യുന്നതിന് നമ്മൾ അയനൈസേഷൻ പറയും. അപ്പോൾ അയനൈസേഷൻ ആവശ്യമുള്ള എനർജിയാണ് അയനൈസേഷൻ എനർജി. that is equal to minus 13.6 electron volt, and therefore 1/λ is equal to this much. നിങ്ങൾ ഒന്നാമത്തെ അസൈൻമെന്റ് ഇതാണ്. കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് minus E1 by hc by substituting the value of E1. ഇവിടുന്ന് നമ്മൾ E1ന്റെ വാല്യൂബിൾസ്, എമ്മിൻ്റെ വാല്യൂ, എം മാസ് ഓഫ് ഇലക്ട്രോൺ, ഇ ചാർജ് ഓഫ് ഇലക്ട്രോൺ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, വെലോസിറ്റി ഓഫ് ലൈറ്റ്, എപ്സിലോൺ 0, h, ഈ വാല്യൂസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് ദി വാല്യൂ ഓഫ് E1 by hc. ഇത് ഉപയോഗിച്ചിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് വി ഹാവ് ടു കാൽക്കുലേറ്റ് E1 by hc. ഇതാണ് നിങ്ങളുടെ ഒന്നാമത്തെ അസൈൻമെന്റ്. ഓക്കെ.